മക്കളെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കിടിലൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഈസ് നോൺ ആസ്, നമുക്കറിയാം എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്, സോ ഇലക്ട്രിക് ഫീൽഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, when a positively charged particle enters perpendicular to a uniform magnetic field, എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാത്ത് എന്തിലേക്ക് മാറും, യെസ്, നേരെ അത് സർക്കുലർ പാത്തിലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും, പെർപെൻഡിക്കുലർ ആണെങ്കിൽ. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് അല്ലെ, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്ലക്സ് ഫൈ ഈക്വൽ ടു എന്താണ് വരിക അല്ലെ, E ആണ് വരിക, ആൻഡ് E ഡോട്ട് എ എന്ന് വരും അല്ലെ. E എന്ന് പറഞ്ഞാൽ എന്താണ്, F/Q ആണ്, ഇൻറ്റു എ വരും. F എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്, യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ബൈ Q ചാർജ് കൂളോം ആണ്, ഇൻറ്റു ഏരിയ എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ നമ്പർ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ത്രൂ യൂണിറ്റ് ഏരിയ കോൾഡ് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം. എന്താണ് പറയാ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാം, ഫൈ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്, ടു ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. എവിടെയെങ്കിലും ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ, ഇല്ല. സോ ഇതെന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. റെഡി അല്ലേ? സോ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെഡി.